മൈനർ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററി ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയിരിക്കുന്ന 15 ഗ്രൂപ്പ് മൈനർ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഹിസ്റ്ററി ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയിരിക്കുന്ന 15 മൈനർ ഗ്രൂപ്പുകളെ 4 ടേബിളുകളിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പാത്വേക്ക് അനുസരിച്ച് ഈ ഗ്രൂപ്പിൽ നിന്നും മൈനറുകൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഓരോ കോളേജിലെയും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അവർ ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൈനറുകൾ അവിടെയുള്ള ഹിസ്റ്ററി മേജറായ വിദ്യാർത്ഥികൾക്കും കൂടി ലഭ്യമാകുന്ന രീതിയിലാണ് നിങ്ങൾ ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിർബന്ധമായും ഏതൊക്കെ ടേബിളിലുള്ള മൈനറുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, 15 മൈനർ ഗ്രൂപ്പുകളെ 4 ടേബിളുകളിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ടേബിൾ എയിലുള്ള 2 ഗ്രൂപ്പ് മൈനർ, അത് ആർക്കിയോളജി സ്വഭാവമുള്ള 2 ഗ്രൂപ്പ് മൈനറുകളാണ്. ഉദാഹരണത്തിന്, ഹിസ്റ്ററി മേജർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ആ കുട്ടി ഓപ്റ്റ് ചെയ്തിരിക്കുന്ന പാത്വേ മേജർ വിത്ത് മൈനർ പാത്വേ, അതിൽ മൈനറായിട്ട് കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഹിസ്റ്ററി മൈനറുകളാണ് എങ്കിൽ ആ വിദ്യാർത്ഥിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 2 മൈനർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടേബിൾ എയിൽ നിന്ന് മാത്രമാണ്. ഹിസ്റ്ററി മേജർ അല്ലാത്ത മറ്റു ഡിസിപ്ലിനുള്ള വിദ്യാർത്ഥികൾക്ക് ഈ 15 ഗ്രൂപ്പിൽ നിന്നും ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, അവരുടെ പാത്വേയുടെ സ്വഭാവം അനുസരിച്ച്. ഹിസ്റ്ററി മേജർ അല്ലാത്ത വിദ്യാർത്ഥി സിംഗിൾ മേജർ ആണ് പാത്വേ എങ്കിൽ ഈ 15 ഗ്രൂപ്പിൽ നിന്നും ഏതെങ്കിലും ഒരു കോഴ്സ്, അതല്ല ഒന്നിലധികം കോഴ്സ് മൈനറായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഹിസ്റ്ററി മേജർ അല്ലാത്ത വിദ്യാർത്ഥികൾ മേജർ വിത്ത് മൾട്ടിപ്പിൾ പാത്വേ ആണ് എങ്കിൽ ഈ 15 ഗ്രൂപ്പിൽ നിന്നും ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മൈനറായി സെലക്ട് ചെയ്യാവുന്നതാണ്. ഹിസ്റ്ററി മേജർ അല്ലാത്ത വിദ്യാർത്ഥികൾ മേജർ വിത്ത് മൈനർ പാത്വേ ഓപ്റ്റ് ചെയ്ത് ഹിസ്റ്ററി മൈനറായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ 15 ഗ്രൂപ്പിൽ നിന്നും ഏതെങ്കിലും 2 മൈനർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഹിസ്റ്ററി മേജറായ വിദ്യാർത്ഥികൾ അവരുടെ പാത്വേ അനുസരിച്ച് ഹിസ്റ്ററി മൈനറായിട്ട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇനിയുള്ള ടേബിളുകളിൽ പറഞ്ഞിരിക്കുന്ന കോഴ്സുകൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. മേജർ വിത്ത് മൈനർ പാത്വേ ആണ് എങ്കിൽ ടേബിൾ എയിൽ നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ടേബിൾ ബിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മൈനർ കോഴ്സുകൾ ഹിസ്റ്ററി മേജർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ അനുമതി ഇല്ല. ടേബിൾ സിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മൈനർ ഗ്രൂപ്പുകളിൽ നിന്നും ഹിസ്റ്ററി മേജറായ വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഒരു ഗ്രൂപ്പില് 3 കോഴ്സ്. ഉദാഹരണത്തിന്, ഹിസ്റ്ററി മേജറായ വിദ്യാർത്ഥി മൾട്ടി ഡിസിപ്ലിൻ പാത്വേ ആണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടി ഹിസ്റ്ററിയുടെ ഒരു മൈനർ ഗ്രൂപ്പ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ടേബിൾ സിയിലുള്ള മൈനർ കോഴ്സിനെ മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മറ്റൊരു ഡിസിപ്ലിൻ ആയിരിക്കണം ആ കുട്ടിയുടെ രണ്ടാമത്തെ മൈനർ ഗ്രൂപ്പ്. ടേബിൾ ഡി, 4ാമത്തെ ടേബിളിലുള്ള മൈനർ വൊക്കേഷണൽ മൈനർ ആണ്. ഈ വൊക്കേഷണൽ മൈനറിലെ 2 ഗ്രൂപ്പും ഹിസ്റ്ററി മേജറായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാവുന്നതാണ്.
ഇനി വിദ്യാർത്ഥികൾക്ക് ടേബിൾ എയിൽ നിന്ന് ഹിസ്റ്ററി മേജറായ വിദ്യാർത്ഥികൾക്ക് ടേബിൾ എയിൽ നിന്ന് ഒരു ഗ്രൂപ്പും ടേബിൾ ഡിയിൽ നിന്ന് ഒരു ഗ്രൂപ്പും എടുത്ത് അവരുടെ മൈനർ അത് രണ്ടും ഫോം ചെയ്ത് ഒരു പാത്വേ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഹിസ്റ്ററി മൈനർ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ ടേബിൾ എയിലെ 2 ഗ്രൂപ്പ്, അതല്ല എങ്കിൽ ടേബിൾ ഡിയിലെ 2 ഗ്രൂപ്പ്. ടേബിൾ ബിയിലെ കോഴ്സുകളൊന്നും തന്നെ ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അനുമതിയില്ല. ടേബിൾ സിയിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഗ്രൂപ്പ് 1. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, ഈ വിദ്യാർത്ഥികളുടെ പാത്വേ അനുസരിച്ച് ഇവർ 4ാം വർഷത്തിലേക്ക് പോകുമ്പോൾ മേജർ വിത്ത് മൈനർ പാത്വേയിലുള്ള വിദ്യാർത്ഥികൾ 8ാം സെമസ്റ്ററിൽ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട 3 കോഴ്സ് അതവരുടെ മൈനർ പാത്വേ അനുസരിച്ച് മേജർ വിത്ത് മൈനർ പാത്വേ ആണ് എങ്കിൽ ഹിസ്റ്ററി മേജറായ വിദ്യാർത്ഥികൾ ഹിസ്റ്ററി തന്നെ 2 മൈനർ കോഴ്സ് ഓൾറെഡി ആദ്യത്തെ 3 വർഷം പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ 8ാം സെമസ്റ്ററിൽ ടേബിൾ എയിലുള്ള 2 ഗ്രൂപ്പിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 4ാമത്തെ കോഴ്സുകൾ, 1ാമത്തെ ഗ്രൂപ്പിലെ 4ാമത്തെ കോഴ്സും 2ാമത്തെ ഗ്രൂപ്പിലെ 4ാമത്തെ കോഴ്സുമാണ് ആ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് 8ാം സെമസ്റ്ററിൽ. വൊക്കേഷണൽ മൈനർ ആണ് ഈ വിദ്യാർത്ഥികൾ പാത്വേ ആയിട്ട് തിരഞ്ഞെടുത്തത് എങ്കിൽ ഹിസ്റ്ററി മേജർ വിദ്യാർത്ഥികൾ വൊക്കേഷണൽ മൈനർ പാത്വേ ആണ് ഓപ്റ്റ് ചെയ്തത് എങ്കിൽ അവരും 8ാം സെമസ്റ്ററിൽ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത് വൊക്കേഷണൽ മൈനറിലെ 2 ഗ്രൂപ്പിലുള്ള 4ാമത്തെ കോഴ്സ് ആയിരിക്കണം. എന്നാൽ ഹിസ്റ്ററി മേജർ അല്ലാത്ത വിദ്യാർത്ഥികൾ ഹിസ്റ്ററിയുടെ 2 മൈനർ കോഴ്സ് പഠിച്ച് മേജർ വിത്ത് മൈനർ പാത്വേ ആണ് ആദ്യത്തെ 3 വർഷത്തെ അവരുടെ പാത്വേ മേജർ വിത്ത് മൈനർ പാത്വേ ആണ്. 8ാം സെമസ്റ്ററിൽ ഈ വിദ്യാർത്ഥികൾ ഹിസ്റ്ററിയുടെ 300 ലെവലിലുള്ള 3 കോഴ്സുകൾ ചെയ്യാം. 6ാം സെമസ്റ്ററിലെ നമ്മുടെ ഹിസ്റ്ററിയുടെ 3 കോർ പേപ്പറുകൾ ഇത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൈനർ കോഡിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസൃതമായി വിദ്യാർത്ഥികൾക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്.